ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റിനെ കുറിച്ചും കുട്ടികളിൽ ഈ ഹാബിറ്റ് നമ്മൾ കണ്ടാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഹാബിറ്റ് അഡൾട്ട്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. ഹായ്, മൈ നെയിം ഇസ് ഡോക്ടർ റിയ. ഞാൻ ഒരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ആണ്. ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് അഡൾട്ട്ഹുഡിൽ അല്ലെങ്കിൽ വലിയവരിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ഇതിന് 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ കുട്ടികളിൽ ചെയ്ത പോലെ തന്നെ ഹാബിറ്റ് എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തത്, ആ കാരണം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് കുട്ടികളിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവരുടെ ടങ് പോസ്ചർ അല്ലെങ്കിൽ ടങ് പൊസിഷൻ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഏതാണ് കറക്റ്റ് പൊസിഷൻ, അതായത് അണ്ണാക്കിൽ തട്ടിയിട്ട് ഉമിനീർ ഇറക്കുന്നതും സംസാരിക്കുമ്പോഴും ഉള്ള കറക്റ്റ് ടങ് പൊസിഷൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി മൂന്നാമതായിട്ട് ചെറുപ്പത്തിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഒരു ഓപ്പൺ ബൈറ്റ് അല്ലെങ്കിൽ മേളത്തെയും താഴത്തെയും പല്ലിന്റെ നിരയിൽ ഇടയ്ക്കുള്ളൊരു വിടവ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊരു അഭംഗി ഉണ്ടാവും. അപ്പൊ ഇതിനെ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ പല്ലിൽ കമ്പി ഇട്ടിട്ട് അല്ലെങ്കിൽ ബ്രേസസ് അല്ലെങ്കിൽ നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള അലൈനേഴ്സ് ഇടുക. അത് ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഈ പല്ലിന്റെ വിടവ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പല്ല് മാത്രം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഈ കൂട്ടത്തില് ചിലപ്പം മോണയും ആ താടിയെല്ലിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെയും കൂടെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സർജിക്കലി ആണ് ചെയ്യുന്നത്, ബ്രേസസ് അല്ലെങ്കിൽ അലൈനേഴ്സിന്റെ ഒപ്പം. അപ്പോൾ ഈ ചെറിയ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നമുക്ക് ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഇൻ അഡൾട്ട്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്.